Welcome to Commerce Tutorial with Dr. Ronnie Jean Raju. ഫ്രീ കൺസെൻറ്റ് കോൺട്രാക്റ്റിനെ കുറിച്ച് നമ്മൾ പറഞ്ഞപ്പോൾ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എസെൻഷ്യൽ എലിമെൻ്റായിട്ട് പറഞ്ഞതാണ് കൺസെൻസസ് ആത് ഈതം ഐഡൻറ്റിറ്റി ഓഫ് മൈൻഡ്. അതായത് കപ്പാസിറ്റി ഓഫ് പാർട്ടീസിന് ശേഷം നമ്മൾ ഡിസ്കസ് ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട എസെൻഷ്യൽ എലിമെൻ്റാണ് ഐഡൻറ്റിറ്റി ഓഫ് മൈൻഡ്, കൺസെൻസസ് ആത് ഈതം എന്ന് പറയുന്നത്. ഒരു കോൺട്രാക്റ്റിൽ രണ്ട് വ്യക്തികളുണ്ട്. ഒരു വ്യക്തി ഓഫർ കൊടുക്കുകയും മറ്റൊരു വ്യക്തി ആ പറഞ്ഞ ഓഫറിനെ അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഈ ഓഫർ കൊടുക്കുന്ന വ്യക്തിയും ഓഫർ അക്സെപ്റ്റ് ചെയ്യുന്ന വ്യക്തിയും ഏതുമായി ബന്ധപ്പെട്ടാണോ ഏതുമായി ബന്ധപ്പെട്ടെങ്കിൽ എന്താണോ അവിടുത്തെ സബ്ജക്റ്റ് മാറ്റർ, ആ സബ്ജക്റ്റ് മാറ്ററിനെ കുറിച്ച് ഒരേ രീതിയിൽ വേണം ചിന്തിക്കാൻ. ദാറ്റ് മീൻസ് ദ പാർട്ടീസ് ഓഫ് എ കോൺട്രാക്ട് മസ്റ്റ് എഗ്രീഡ് അപ്പോൺ ദി സബ്ജക്റ്റ് മാറ്റർ ഇൻ ദ സെയിം സെൻസ്. ഒരേ രീതിയിൽ വേണം അത് ചിന്തിക്കാൻ, അല്ലെങ്കിൽ ആ കോൺട്രാക്റ്റ് ഒരിക്കലും വാലിഡായി മാറത്തില്ല എന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പം ഒരു കോൺട്രാക്റ്റ് വാലിഡ് ആകണമെങ്കിൽ ദർ ഷുഡ് ബി എൻ ഐഡൻറ്റിറ്റി ഓഫ് മൈൻഡ്. വി കോൾഡ് ഇറ്റ് as consensus ad idem. That mean the parties is agreed upon the subject matter in the same sense. And that case we can call that their consent is real and free. Consent എന്ന് പറഞ്ഞാൽ സമ്മതം. കൺസെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? സമ്മതം എന്നാണ് അർത്ഥം. അപ്പം കൺസെൻറ്റ് എന്ന് പറഞ്ഞാൽ സമ്മതമാണെങ്കിൽ ഫ്രീ കൺസെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അതാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. വാട്ട് ഈസ് എ ഫ്രീ കൺസെൻറ്റ്? അപ്പം നമുക്ക് ആദ്യം നോക്കാം എന്താണ് കൺസെൻറ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ കൺസെൻറ്റ് എന്താണെന്നുള്ളത് കോൺട്രാക്റ്റ് ആക്ടിൻ്റെ സെക്ഷൻ 13 വ്യക്തമായിട്ട് പറയുന്നുണ്ട്. Two or more persons are said to be in consent when they agree upon the subject matter in the same sense. രണ്ട് വ്യക്തികൾ കൺസെൻ്റ് ഉണ്ട് എന്ന് പറയാൻ സാധിക്കുന്നത് ആ രണ്ട് വ്യക്തികളും ഒരു വിഷയത്തെക്കുറിച്ച്, അല്ലെങ്കിൽ സബ്ജക്റ്റ് മാറ്റർ എന്നല്ല, ഒരു പർട്ടിക്കുലർ വിഷയത്തെക്കുറിച്ച് ഒരേ രീതിയിൽ ഇരു കൂട്ടരും ചിന്തിക്കുമ്പോഴാണ് രണ്ട് വ്യക്തികൾ തമ്മിൽ കൺസെൻ്റ് ഉണ്ട് എന്ന് പറയാൻ സാധിക്കുന്നത്. The two or more persons are said to consent when they agree upon a particular subject or particular thing in the same sense. That means ഒരു കൺസെൻ്റ് ഉണ്ടാകണമെങ്കിൽ there should be two parties and they agree upon a particular thing, and both parties they agreed upon the subject matter in the same sense. കൺസെൻ്റ് ഉണ്ടാകണമെങ്കിൽ അവിടെ രണ്ട് വ്യക്തികൾ ഉണ്ടാകണം. ആ രണ്ട് വ്യക്തികൾ ഒരു പർട്ടിക്കുലർ കാര്യത്തെക്കുറിച്ച് പർട്ടിക്കുലർ കാര്യവുമായി ബന്ധപ്പെട്ടാണ് അവർ ഒന്നിച്ച് വന്നിരിക്കുന്നത്. ആ പർട്ടിക്കുലർ കാര്യം രണ്ടുപേരും ഒരേ രീതിയിലാണ് ചിന്തിച്ചിരിക്കുന്നത്. സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഏടെ കയ്യിലൊരു സിമ്പിൾ പീസ് ഓഫ് ലാൻഡ് ഉണ്ട്. അല്ലെങ്കിൽ പോട്ടെ, ഏടെ കയ്യിൽ he want to sell a particular house, and they has two houses. One house is in Cochin and another one is in Trivandrum. രണ്ട് വീടുകളുണ്ടായിരിക്കെ, ഒരു വീട് കൊച്ചിയിലും ഒരു വീട് ട്രിവാൻഡ്രം. The A want to sell his house which is situated in Kochi, and he expressed his willingness to sell his house to B. When B accept the invitation regarding the purchase of a house, when he agree to purchase, he thinks in mind that A is ready to sell his house in Trivandrum. For buying the house in Trivandrum, he agrees to A that he will buy it. But A, in his mind, is going to sell the house is in Kochi. എയുടെ മനസ്സിൽ കൊച്ചിയിലുള്ള വീടാണ് വിൽക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷേ ബിയുടെ മനസ്സിൽ മേടിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് ട്രിവാൻഡ്രത്തുള്ള വീടാണ്. അങ്ങനെയെങ്കിൽ ഇവർ തമ്മിൽ എന്തില്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഒരേ രീതിയിലല്ല ഇവർ തമ്മിൽ ചിന്തിച്ചത്. അതുകൊണ്ട് തന്നെ ഇവരുടെ തമ്മിൽ കൺസെൻറ്റ് കറക്റ്റ് അല്ല എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. അതാണ് പറഞ്ഞത്, കൺസെൻറ്റ് എന്ന് പറയുമ്പോൾ രണ്ട് വ്യക്തികളും ഒരു പർട്ടിക്കുലർ വിഷയത്തെക്കുറിച്ച് ഒരു രീതിയിൽ ചിന്തിച്ചെങ്കിൽ മാത്രമേ അവിടെ എന്താകത്തുള്ളൂ? കൺസെൻറ്റ് ആകത്തുള്ളൂ. അപ്പം ഇതാണ് കൺസെൻറ്റ്. Then what is free consent? The definition of free consent is given in section 14 of the Contract Act. കോൺട്രാക്റ്റ് ആക്ടിൻ്റെ സെക്ഷൻ 14 എന്താണ് ഫ്രീ കൺസെൻറ്റ് എന്ന് പറയുന്നത്. ഫ്രീ കൺസെൻറ്റ് എന്ന് പറഞ്ഞാൽ എ കൺസെൻറ്റ് ഈസ് സെഡ് ടു ബി ഫ്രീ when it is not caused by 1. coercion, 2. undue influence, 3. fraud,
Fourth one, misrepresentation, and the last one, mistake. Coercion, undue influence, fraud, മിസ്റെപ്രസെൻറ്റേഷൻ, മിസ്റ്റേക്ക്. ഈ 5 എലമെൻറ്റുകളും ഇല്ല എങ്കിൽ കൺസെൻറ്റ് എന്താണെന്ന് നമുക്ക് പറയാൻ സാധിക്കും? ഫ്രീ ആണെന്ന് പറയാൻ സാധിക്കും. ആൻഡ് ഇറ്റ് ഈസ് ഗിവൺ ഇൻ സെക്ഷൻ 14 ഓഫ് ദ കോൺട്രാക്ട് ആക്ട്. എ കൺസെൻറ്റ് ഈസ് സെഡ് ടു ബി ഫ്രീ when it is not caused by coercion, undue influence, fraud, misrepresentation and mistake. ഇനി ഓരോന്നും എന്താണെന്നുള്ളത് കാര്യം ഞാൻ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പറയാം. അപ്പം ദിസ് ഈസ് കോൾഡ് വാട്ട്? ഫ്രീ കൺസെൻറ്റ്. നമ്മൾ നൽകിയിരിക്കുന്ന സമ്മതത്തിനകത്ത് കൊയേഷൻ എന്ന് പറഞ്ഞ എലമെൻറ്റോ അൺഡ്യൂ ഇൻഫ്ലുവൻസോ ഫ്രോഡോ മിസ്റെപ്രസെൻറ്റേഷനോ മിസ്റ്റേക്കിലൂടെ അല്ലെങ്കിൽ ഇങ്ങനെ ഈ ഫാക്ടേഴ്സിലൂടെയാണ് ഒരു വ്യക്തിയുടെ സമ്മതം നമ്മൾ നേടിയെങ്കിൽ ആ കേസിൽ ആ കൺസെൻറ്റ് എന്തല്ല? ഫ്രീ അല്ല എന്നാണ് പറയുന്നത്. സർ ജോൺ സാൽമൺ പറയുന്നത് കൺസെൻറ്റ് ഇല്ല എങ്കിൽ വി ക്യാൻ കോൾ ഇറ്റ് ഇസ് എറർ ഇൻ കൺസെൻസസ്. ദാറ്റ് മീൻസ് ദർ ഈസ് നോ കൺസെൻസസ് ആറ്റ് ഈദർ. ഇഫ് ദർ ഈസ് എ കൺസെൻറ്റ് and if that particular consent is not free, then it is called error in consensus or error in causa. Error in causa, CAUSA. ഇതിൻ്റെ അർത്ഥം എന്താണ്? ഫ്രീ കൺസെൻറ്റ് ഇല്ലാത്ത കൺസെൻറ്റിനെയാണ് സർ ജോൺ സാൽമൺസ് ഹി കോൾഡ് ഇറ്റ് ഇസ് എറർ ഇൻ കോസ. ഫൈൻ, നമുക്ക് ഓരോ പോയിന്റുകളായിട്ട് ഡിസ്കസ് ചെയ്യാം. ദ ഫസ്റ്റ് വി വിൽ ഡിസ്കസ് അബൌട്ട് വാട്ട് ഈസ് ഫ്രീ കൺസെൻറ്റ്. വാട്ട് ഈസ് കൊയേഷൻ? ഫ്രീ കൺസെൻറ്റിൻ്റെ ഫസ്റ്റ് പോയിന്റ്, വാട്ട് ഈസ് കൊയേഷൻ? കൊയേഷൻ എന്ന് പറഞ്ഞാൽ മലയാളത്തിലെ അർത്ഥം തന്നെ നിങ്ങൾക്ക് ആദ്യം പറയാം, ഒരാളെ ഭീഷണിപ്പെടുത്തുക. ശ്രദ്ധിച്ചു നോക്കിക്കേ, ഒരു വ്യക്തിയുടെ ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാൻ വേണ്ടി ഒരു വ്യക്തിയെ ഭീഷണിപ്പെടുത്തിയാണ് ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യിപ്പിച്ചെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കൊയേഷൻ. വെൻ എ പേഴ്സൺ ഒബ്റ്റെയിൻ ദി കൺസെൻറ്റ് ഓഫ് ദി അതർ പാർട്ടി, ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയുടെ സമ്മതം മേടിച്ചത് when a person obtain the consent of the other party by force എന്ന് പറഞ്ഞാൽ ആരോ അല്ലെങ്കിൽ എന്താ പറയുക, ബൈ ഫോഴ്സ് ഒരാളെ നമ്മൾ ഉപദ്രവിച്ചോ അല്ലെങ്കിൽ ഒരാളെ പേടിപ്പെടുത്തിയോ ഓർ അണ്ടർ ഫിയർ കോസ്ഡ് ബൈ ത്രെറ്റ് ഓഫ് ബോഡ്ലി വയലൻസ് ഓഫ് ഇംപ്രിസൺമെൻറ്റ്, നിങ്ങൾ ഉപദ്രവിക്കുമെന്നോ അല്ലെങ്കിൽ ദേഹോപദ്രവം ചെയ്യിപ്പിച്ചോ ഭീഷണിപ്പെടുത്തിയാണ് മറ്റൊരു വ്യക്തി നമ്മുടെ സമ്മതം നമ്മൾ മേടിച്ചെങ്കിൽ വി ക്യാൻ കോൾ ഇറ്റ് എസ് എ കൊയേഷൻ. പക്ഷേ കൊയേഷൻ എന്താണെന്നുള്ളത് കോൺട്രാക്ട് ആക്ടിൻ്റെ സെക്ഷൻ 15 വ്യക്തമായിട്ട് പറയുന്നുണ്ട്. സോ സെക്ഷൻ 15 ഓഫ് ദ കോൺട്രാക്ട് ആക്ട് ഡിഫൈൻ ദ കൊയേഷൻ ആസ് കമ്മിറ്റിംഗ് ഓർ ത്രെറ്റനിങ് ടു കമ്മിറ്റ് any act forbidden by the Indian Penal Code or unlawful detaining or threatening to detain any property belonging to a person with the intention of causing that particular person to enter into an agreement. സെക്ഷൻ 15 ഇങ്ങനെയാണ് പറയുന്നത്, കമ്മിറ്റിംഗ്, ഒരു കാര്യം ചെയ്യുക. എന്ത് കാര്യം ചെയ്യുക? ഇന്ത്യൻ പീനൽ കോഡിൽ ചെയ്യരുത് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ചെയ്യുക. ഓർ ത്രട്ടനിങ് ടു കമ്മിറ്റ്, ഞാൻ ചെയ്യും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുക. കൊയേഷൻ ഈസ് കമ്മിറ്റിംഗ് ഓർ ത്രട്ടനിങ് ടു കമ്മിറ്റ്, എന്ത് ഒരു കാര്യം ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയോ ചെയ്യുക. ഏത് പ്രവൃത്തി? an act which is forbidden by the Indian Penal Code. ഇന്ത്യൻ പീനൽ കോഡ് ചെയ്യരുത് എന്ന് പറഞ്ഞ ഒരു കാര്യം ചെയ്യുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയോ ചെയ്യുക. ഓർ അൺലോഫുൾ ഡീറ്റെയിനിങ് or threatening to detain any property belonging to a person. ഒരു വ്യക്തിയുടെ ഏതെങ്കിലും പ്രോപ്പർട്ടി തടങ്കലിൽ വെക്കുകയോ ഡീറ്റെയിൻ ചെയ്യുകയോ അല്ലെങ്കിൽ അത് ഞാൻ പിടിച്ചെടുക്കും അല്ലെങ്കിൽ തടങ്കലിൽ വെക്കുമെന്ന് പറഞ്ഞ് ത്രട്ടൻ ചെയ്യുക, ഭീഷണിപ്പെടുക. മറ്റൊരു വ്യക്തിയുടെ കാര്യം മറ്റൊരു വ്യക്തിയോ അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയുടെ എന്തെങ്കിലും പർട്ടിക്കുലർ ഡോക്യുമെൻറ്റുകൾ തടങ്കലിൽ വെക്കുകയോ അല്ലെങ്കിൽ ഞാനത് കിഡ്നാപ്പ് ചെയ്യുമെന്നോ അല്ലെങ്കിൽ കിഡ്നാപ്പ് ചെയ്യുമെന്ന്, ഫോർ എക്സാമ്പിൾ സപ്പോസ് ഒരു വ്യക്തിയെ കിഡ്നാപ്പ് ചെയ്യുമെന്നോ അല്ലെങ്കിൽ കിഡ്നാപ്പ് ചെയ്യുമെന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുക. ഒരു വ്യക്തിയാകാം അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ എന്തെങ്കിലും പ്രോപ്പർട്ടികൾ അനധികൃതമായിട്ട് തടങ്കലിൽ വിൽക്കുകയാണെങ്കിൽ എന്തിനു വേണ്ടി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്? ആ വ്യക്തിയെ കൊണ്ട് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യിപ്പിക്കാൻ. ഇങ്ങനെയെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് കൊയേഷൻ. കൊയേഷൻ ഈസ് കമ്മിറ്റിംഗ് ഓർ ത്രട്ടനിങ് ടു കമ്മിറ്റ് എനി ആക്ട് ഫോർബിഡൻ ബൈ ഇന്ത്യൻ പീനൽ കോഡ് or unlawful detaining
or threatening to detain any property belonging to a person with the intention of causing that particular person to enter into a agreement. ഒരു വ്യക്തിയെ കൊണ്ട് ഒരു എഗ്രിമെൻറ്റിൽ എൻ്റർ ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടി ഏതെങ്കിലും ഇന്ത്യൻ പീനൽ കോഡ് ചെയ്യല്ല എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ചെയ്യുകയോ ചെയ്യുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയോ അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയുടെ എന്തെങ്കിലും പ്രോപ്പർട്ടി അനധികൃതമായി തടങ്കലിൽ വിൽക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയോ ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾക്ക് കൊയേഷൻ എന്ന് പറയാം എന്നാണ് സെക്ഷൻ 15 പറയുന്നത്. സപ്പോസ് ദ കൊയേഷൻ ക്യാൻ ബി ഡയറക്റ്റഡ് ഈവൻ എഗൈൻസ്റ്റ് എ തേർഡ് പാർട്ടി. തേർഡ് പാർട്ടിക്കെതിരെ വേണമെങ്കിൽ നമുക്ക് ഒരു കൊയേഷൻ നടത്താം. ഫോർ എക്സാമ്പിൾ, എയും ബിയും കൂടെ തമ്മിലുള്ള കോൺട്രാക്റ്റ് എങ്കിൽ എക്ക് ബിയെ കൊണ്ട് കോൺട്രാക്റ്റ് എൻ്റർ ചെയ്യിപ്പിക്കേണ്ടത് ബിയുടെ മകൾക്കെതിരെ വേണമെങ്കിൽ ഭീഷണി മുഴക്കാം. അപ്പോൾ അതാണ് പറഞ്ഞത്, ഒരു കൊയേഷൻ കോൺട്രാക്റ്റിലുള്ള വ്യക്തികൾക്കല്ല, ഒരു തേർഡ് പാർട്ടിക്കെതിരെ വേണമെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ചെയ്യാം. അപ്പോൾ എപ്പോഴും ഓർക്കുക, കൺസെൻറ്റ് കൊയേഷനിലൂടെയാണ് ഒബ്റ്റെയിൻ ചെയ്തിരിക്കുന്നതെങ്കിൽ ആ കോൺട്രാക്റ്റ് ഒരിക്കലും വാലിഡ് കോൺട്രാക്റ്റ് അല്ല. ആ കോൺട്രാക്റ്റ് എപ്പോൾ എങ്ങനെയുള്ള കോൺട്രാക്റ്റ് ആയിരിക്കും? വോയിഡബിൾ കോൺട്രാക്റ്റ് ആയിരിക്കും. നമ്മൾക്കറിയാം എന്താണ് വോയിഡബിൾ കോൺട്രാക്റ്റ്. ഒരാളുടെ ഭാഗത്ത് എൻഫോഴ്സിബിലിറ്റി ഉണ്ട്, മറ്റൊരാളുടെ ഭാഗത്ത് എൻഫോഴ്സിബിലിറ്റി ഇല്ല. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ, ഒരു വ്യക്തിയെ കൊണ്ട് ഭീഷണിപ്പെടുത്തിയാണ് ഒരു കാര്യം ചെയ്യിപ്പിച്ചെങ്കിൽ ആ കോൺട്രാക്റ്റ് ഞാൻ പറയുന്നു വോയിഡബിൾ ആണെന്ന്. അതായത് ഒരാളുടെ ഭാഗത്ത് എൻഫോഴ്സിബിലിറ്റി ഉണ്ട്, മറ്റൊരാളുടെ ഭാഗത്ത് എൻഫോഴ്സിബിലിറ്റി ഇല്ല എന്ന് പറഞ്ഞാൽ ആരാണോ ഭീഷണി മുഴക്കിയത് അയാളുടെ ഭാഗത്ത് നിയമ സാധ്യതയുണ്ട്, കാരണം അയാൾക്ക് ഫ്രീ കൺസെൻ്റ് ഉണ്ട്. ഇനിയും അല്ലെങ്കിൽ ആ ഭീഷണി പറഞ്ഞ ആൾ അല്ലെങ്കിൽ ആ ഭീഷണി ലഭിച്ച ആൾ അല്ലെങ്കിൽ ആർക്കാണ് ഭീഷണി കിട്ടിയ ആൾ അയാളുടെ സമ്മതത്തോടെയാണ് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യിപ്പിച്ചത് അല്ല, അയാളുടെ ഭാഗത്ത് അതിന് എൻഫോഴ്സിബിലിറ്റി ഇല്ല. ബിക്കോസ് ദർ ഈസ് നോ ഐഡൻറ്റിറ്റി ഓഫ് മൈൻഡ്. അപ്പോൾ ആ കേസിൽ അതെന്തായി മാറും? അത്തരം കോൺട്രാക്റ്റുകൾ വോയിഡബിൾ കോൺട്രാക്റ്റായിട്ട് മാറും. ഈ കോൺട്രാക്റ്റിൻ്റെ എസെൻഷ്യൽസിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ആദ്യം അതിൻ്റെ ഡെഫിനേഷൻ തന്നെ പറയുന്നു. ഫസ്റ്റ് പോയിന്റ്, കമ്മിറ്റിംഗ് എനി ആക്ട് ഫോർബിഡൻ ബൈ ഇന്ത്യൻ പീനൽ കോഡ്. ഇന്ത്യൻ പീനൽ കോഡ് ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യം ചെയ്യുക. സെക്കൻഡ് വൺ, ത്രെറ്റനിങ് ടു കമ്മിറ്റ് എനി ആക്ട് ഫോർബിഡൻ ബൈ ഇന്ത്യൻ പീനൽ കോഡ്, അൺലോഫുൾ ഡിറ്റൻഷൻ ഓഫ് എനി പ്രോപ്പർട്ടി ഓഫ് എ പർട്ടിക്കുലർ പേഴ്സൺ ഓർ ത്രെറ്റനിങ് ടു ഡിറ്റെയിൻ എനി പ്രോപ്പർട്ടി ഓഫ് അനദർ പേഴ്സൺ. അപ്പോൾ ഓർക്കുക, കൊയേഷൻ ഡെഫിനേഷൻ ഓർക്കുക. എപ്പോഴും ഓർക്കുക, കൊയേഷൻ നൽകിയിരിക്കുന്നത് ഇഫ് കൺസെൻറ്റ് ഈസ് മെയ്ഡ് ടു ബി കൊയേഷൻ സച്ച് കോൺട്രാക്ട് ഈസ് വോയിഡബിൾ. നമുക്കിതുമായി ബന്ധപ്പെട്ട ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ദർ ഇസ് എ ഫേമസ് കേസ് ലോ. ദറ്റ് ഈസ് ദ കേസ് ലോ ഈസ് ബിറ്റ്വീൻ it is a famous case law with രംഗനയാങ്കമ്മ വേഴ്സസ് അൽവാർ ചെട്ടി. ഇവർ തമ്മിലൊരു കേസ് ലോ നടന്നു. അപ്പോൾ ഈ കേസ് നടന്നത് ഇത് ശരിക്കും ഇതൊരു റിയലായിട്ട് നടന്നൊരു കോടതിയിൽ നടന്നൊരു കേസാണ്. കേസിൻ്റെ വിധിയാണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. കേസ് ഇതായിരുന്നു. 13 വയസ്സുള്ളൊരു പെൺകുട്ടി, അവളുടെ 13 വയസ്സുള്ള ഒരു പെൺകുട്ടി, അവൾ വിവാഹിതയായിരുന്നു. പഴയൊരു കേസാണ്. അവൾ വിവാഹിതയായിരുന്നു. അവളുടെ ഭർത്താവ് മരിച്ചു പോയപ്പോൾ ഭർത്താവിൻ്റെ അല്ലെങ്കിൽ ആ ബോഡി അടക്കം ചെയ്യുന്ന സമയത്ത് അവളുടെ ഭർത്താവിൻ്റെ റിലേറ്റീവ്സ് പറഞ്ഞു അവൾ ഭർത്താവിന് വേണ്ടി ഒരു കുട്ടിയെ അഡോപ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു. ത്രട്ടൻ ചെയ്യിപ്പിച്ചു, അവളെ ഭീഷണിപ്പെടുത്തി. എങ്കിൽ മാത്രമേ അവളുടെ ഭർത്താവിൻ്റെ മൃതശരീരം അടക്കം ചെയ്യത്തുള്ളൂ എന്ന് പറഞ്ഞ് അവളെ ഭീഷണിപ്പെടുത്തി. പക്ഷേ ആ ഭീഷണി കേട്ട് അവൾ ഭയപ്പെട്ട് അതിനുള്ള അവളുടെ ഹസ്ബൻഡിൻ്റെ റിലേറ്റീവ്സ് പറഞ്ഞ കാര്യങ്ങൾക്ക് അവൾ ഓക്കെ പറഞ്ഞു. പിൽക്കാലത്ത് അവൾ ഒരു കേസ് ഫയൽ ചെയ്തു, കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്തു. കേസിനകത്ത് വ്യക്തമായിട്ട് അവൾ പറഞ്ഞു അവളുടെ കൺസെൻറ്റ് ഇങ്ങനൊരു കാര്യം തീരുമാനത്തിലെത്താൻ വേണ്ടി അവളുടെ കൺസെൻറ്റ് ഫ്രീ അല്ലായിരുന്നു. ഇറ്റ് ഇസ് ത്രൂ കൊയേഷൻ. കോടതി അത് വീതം വെച്ചു. ദ കോർട്ട് ഹെൽഡ് ദാറ്റ് ദ കൺസെൻറ്റ് വാസ് നോട്ട് ഫ്രീ ആൻഡ് ഇറ്റ് ഈസ് ഓൺലി ത്രൂ കൊയേഷൻ. ബിക്കോസ് സെക്ഷൻ 297 ഓഫ് ഇന്ത്യൻ പീനൽ കോഡിൽ അങ്ങനെ വ്യക്തമായിട്ട് പറയുന്നിട്ടുണ്ട്, ഒരു ഡെഡ് ബോഡി വെച്ചിട്ടുള്ള എന്തെങ്കിലും തരത്തിലുണ്ടായിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഇസ് കംസ് അണ്ടർ കൊയേഷൻ. സോ അത് ആ കോൺട്രാക്റ്റ് ഇൻവാലിഡായിട്ട് മാറി. ഇതൊരു ഫേമസ് കേസ് ലോ ആണ്. സോ ഇതാണ് ഞാനൊരു എക്സാമ്പിളായിട്ട് പറഞ്ഞത്. നമുക്ക് എപ്പോഴും ഓർക്കുക, നിങ്ങളെ ആരെങ്കിലും ഭീഷണിപ്പെടുത്തിയാണ് ഒരു കോൺട്രാക്റ്റിലോ എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങളെ ഒരു പർട്ടിക്കുലർ കാര്യം ചെയ്യിപ്പിച്ചെങ്കിൽ നിങ്ങൾക്ക് അത് പ്രൂവ് ചെയ്യാമെങ്കിൽ, ഇതെന്നെ ഭീഷണി മുഴക്കിയാണ് എന്ന് പ്രൂവ് ചെയ്യാമെങ്കിൽ നിങ്ങൾക്ക് ആ കോൺട്രാക്റ്റിൽ നിന്നും അല്ലെങ്കിൽ ആ പറഞ്ഞ എഗ്രിമെൻറ്റിൽ നിന്നും നിങ്ങൾക്ക് നാളെ എസ്കേപ്പ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പം ദിസ് ഈസ് അബൌട്ട് കൊയേഷൻ. ദി സെക്കൻഡ് വൺ ഈസ് അൺഡ്യൂ ഇൻഫ്ലുവൻസ്. എന്തോ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട്, പക്ഷേ ഇൻഫ്ലുവൻസ് അത്ര ശരിയായ ഇൻഫ്ലുവൻസ് അല്ല. അൺഡ്യൂ ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞാൽ 2 വ്യക്തികളുണ്ടെന്ന് വിചാരിക്കുക.
ആ രണ്ട് വ്യക്തികളുടെ പ്രത്യേകത, ഒരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തിയുടെ മേൽ ഒരു സ്വാതന്ത്ര്യമുണ്ട്, ഒരു മറ്റൊരു വ്യക്തിയുടെ മേൽ സ്വാധീനമുണ്ട്. ആ സ്വാധീനം ഉപയോഗിച്ച് തെറ്റായ ഒരു കാര്യം അയാൾ നേടിയെടുക്കുകയാണെങ്കിൽ നമ്മൾക്കതിനെ അൺഡ്യൂ ഇൻഫ്ലുവൻസ് എന്ന് പറയാം. ദാറ്റ് മീൻസ് ദർ ആർ ടു പാർട്ടീസ് and the relationship between the parties of a contract is such that one of the party can dominate the will of the other and uses his position to claim an unfair advantage over the another. In that case, the contract is caused by undue influence. രണ്ട് വ്യക്തികൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ the one party can dominate the will of the other. ഒരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തിയെ ഡോമിനേറ്റ് ചെയ്യാം. ആ ഡോമിനേറ്റ് ചെയ്യുന്ന വ്യക്തി ആ ഒരു സ്വാധീനം ഉപയോഗിച്ച് മറ്റേ വ്യക്തിയിൽ നിന്നും ഒരു അൺഫെയർ ആയിട്ടുള്ള ഒരു പ്രയോജനം നേടിയിട്ടുണ്ടെങ്കിൽ ആ കേസിൽ ആ കോൺട്രാക്റ്റ് ഇസ് ത്രൂ അൺഡ്യൂ ഇൻഫ്ലുവൻസ്. ദറ്റ് മീൻസ് ദി അൺഡ്യൂ ഇൻഫ്ലുവൻസ് ഈസ് എ ഡോമിനേഷൻ ഓഫ് എ വീക്ക് മൈൻഡ് ബൈ എ സ്ട്രോങ് മൈൻഡ്. ഉദാഹരണം പറയുകയാണെങ്കിൽ, സപ്പോസ് എ എന്ന് പറയുന്ന ഒരു വ്യക്തി, he is a very weak person, he is due to some diseases, he is a very weak person. ആ പേഴ്സൺ അയാളുടെ ഡോക്ടർ, അയാളെ നോക്കുന്നത് അയാളുടെ ഡോക്ടർ മിസ്റ്റർ ബി എന്ന് പറയുന്ന അയാളുടെ ഡോക്ടറാണ്. അപ്പം നമുക്കറിയാം ഡോക്ടർമേൽക്ക് ആ രോഗക്കിടക്കയിലായിരിക്കുന്ന ആ രോഗിയുടെ മേൽ ഡോക്ടർക്ക് എപ്പോഴും ഒരു ഡോമിനേഷൻ, ഒരു സ്വാധീനമുണ്ട്. ആ സ്വാധീനം ഉപയോഗിച്ച് ഡോക്ടർ കുറച്ച് അൺഫെയർ ആയിട്ടുള്ള, അല്ലെങ്കിൽ അയാളുടെ ഡോക്ടറിൻ്റെ റെമ്യൂണറേഷനുമായി ബന്ധപ്പെട്ട ഒരു അഡ്വാൻറ്റേജസ് ഡോക്ടർക്ക് പ്രയോജനപ്പെടുന്നൊരു കോൺട്രാക്റ്റ് ആ സ്വാധീനം ഉപയോഗിച്ച് എ കൊണ്ട് മേടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ കേസിൽ അത് നടന്നിരിക്കുന്നത് അൺഡ്യൂ ഇൻഫ്ലുവൻസിലൂടെയാണ്. ആ കേസിൽ കോൺട്രാക്റ്റ് എന്തല്ല, ഫ്രീ കൺസെൻറ്റ് അല്ല എന്നാണ് അവർ പറയുന്നത്. When the relationship between the parties of a contract is such that one party can dominate the will of the other and uses the position to claim an unfair advantage, the contract is caused by undue influence. മറ്റുദാഹരണം പറയുകയാണെങ്കിൽ, ഇൻകം ടാക്സ് ഓഫീസറും ഒരു അസസ്സും, അല്ലെങ്കിൽ ഒരു നമ്മുടെ പള്ളികളിലൊക്കെ ആണെങ്കിൽ പള്ളികളിൽ പ്രീസ്റ്റ് കാണും അല്ലേ, പ്രീസ്റ്റും അവിടുത്തെ വിശ്വാസികളും, അവർക്ക് തമ്മിലൊരു അൺഫെയർ അഡ്വാൻറ്റേജ് ഉണ്ട്. അത്തരം കേസിൽ നമ്മൾ കോൺട്രാക്ട് എൻ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ത്രൂ അൺഡ്യൂ ഇൻഫ്ലുവൻസ് ആൻഡ് ഇറ്റ് ഈസ് നോട്ട് അറ്റ് ഓൾ എ ഫ്രീ കൺസെൻറ്റ്. സെക്ഷൻ 16 ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്. അക്കോർഡിംഗ് ടു സെക്ഷൻ 16 ഓഫ് കോൺട്രാക്ട് ആക്ട്, എ കോൺട്രാക്ട് ഇസ് സെഡ് ടു ബി ഇൻഡ്യൂസ്ഡ് ബൈ അൺഡ്യൂ ഇൻഫ്ലുവൻസ് വെൻ ദ പേഴ്സൺ സബ്സിസ്റ്റിംഗ് ബിറ്റ്വീൻ ദ പാർട്ടീസ് ഇസ് സച്ച് ദാറ്റ് വൺ പാർട്ടി ഈസ് ഇൻ എ പൊസിഷൻ ടു ഡോമിനേറ്റ് ദ വിൽ ഓഫ് ദി അനദർ and uses his position to claim an unfair advantage. രണ്ട് വ്യക്തികൾ തമ്മിൽ ഉണ്ട്. ആ രണ്ട് വ്യക്തികളിൽ ഒരു വ്യക്തികൾക്ക് മറ്റൊരു വ്യക്തിയുമേൽ ഡോമിനേറ്റ് ചെയ്യാനുള്ള അധികാരവും ആ ഒരു അധികാരം വെച്ച് ഇയാൾ അൺഫെയർ അഡ്വാൻറ്റേജ് മേടിക്കുന്നുവെങ്കിൽ അതിന് നമുക്ക് അൺഡ്യൂ ഇൻഫ്ലുവൻസ് എന്ന് പറയുവാൻ സാധിക്കും. നമ്മളിതിൻ്റെ എസെൻഷ്യൽസിനെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ, ദ ഫസ്റ്റ് വൺ ഈസ് ദർ ഈസ് ടു പാർട്ടീസ്. രണ്ട് വ്യക്തികളുണ്ട്. ഒരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തിയുടെ മേൽ എന്തുണ്ട്, ഡോമിനേറ്റ് ചെയ്യാനുള്ള അധികാരമുണ്ട്. രണ്ടാമത്, ദ ഡോമിനൻറ്റ് പാർട്ടി ഹാസ് ഒബ്റ്റെയിൻ എൻ അൺഫെയർ അഡ്വാൻറ്റേജ്. ഡോമിനേറ്റ് ചെയ്ത പാർട്ടി അത് വെച്ച് എന്ത് മേടിച്ചു, ഒരു അൺഫെയർ അഡ്വാൻറ്റേജ് അത് വെച്ച് അയാളിൽ നിന്നും സ്വീകരിച്ചു. ആൻഡ് ഡോമിനേറ്റ് പാർട്ടി മസ്റ്റ് യൂസ് ഹിസ് ഡോമിനൻറ്റ് പൊസിഷൻ ടു ഒബ്റ്റെയിൻ ദറ്റ് അൺഫെയർ അഡ്വാൻറ്റേജ്. അങ്ങനെയെങ്കിൽ അതെന്തായിട്ട് മാറി എന്ന് പറയുന്നു, അൺഡ്യൂ ഇൻഫ്ലുവൻസ് ആയിട്ട് മാറി എന്ന് പറയുന്നു. ഇനി ചില റിലേഷൻഷിപ്പിൽ നമുക്കെപ്പോഴും നിയമം തന്നെ പറയുന്നുണ്ട്, ചില റിലേഷൻഷിപ്പിൽ എപ്പോഴും അൺഡ്യൂ ഇൻഫ്ലുവൻസ് ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അതായത് മാതാപിതാക്കളും കുട്ടികളുടെ മേലെ എപ്പോഴും അൺഡ്യൂ ഇൻഫ്ലുവൻസ് ആർക്കുണ്ട്, മാതാപിതാക്കൾക്കുണ്ട്. ഗാർഡിയൻ ആൻഡ് വാർഡ്, ട്രസ്റ്റി ആൻഡ് ബെനിഫിഷ്യറി, എ ഡോക്ടർ ആൻഡ് എ പേഷ്യൻ്റ്, അഡ്വക്കേറ്റ് ആൻഡ് ഹിസ് ക്ലയൻറ്റ്, ഗുരു ആൻഡ് ഡിസിപ്പിൾ, ഇവർക്കൊക്കെ എപ്പോഴും എന്തുണ്ട് അല്ലേ. ഇപ്പോൾ ഡോക്ടറിന് പേഷ്യൻറ്റിന് മേൽ എപ്പോഴും ഒരു അൺഫെയർ അഡ്വാൻറ്റേജ് ഒരു ഡോക്ടർക്കുണ്ട്. ഒരു ക്ലയൻറ്റിൻ്റെ മേൽ എപ്പോഴും ഒരു അൺഫെയർ അഡ്വാൻറ്റേജ് എന്തുണ്ട്, ഒരു വക്കീലിനുണ്ട്. അപ്പം ഇങ്ങനെയുള്ള കേസിൽ ആ ഒരു അധികാരം, ആ സ്വാധീനം ഉപയോഗിച്ച് അൺഫെയർ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അവർ നേടിയെടുക്കുകയാണെങ്കിൽ ഇൻ ദാറ്റ് കേസ് ഇറ്റ് ഈസ് കോൾഡ് അൺഡ്യൂ ഇൻഫ്ലുവൻസ് ആൻഡ് ദാറ്റ് കൺസെൻറ്റ് ഈസ് നോട്ട് ഫ്രീ. ഓക്കെ. കൊയേഷൻ പോലെ തന്നെ അൺഡ്യൂ ഇൻഫ്ലുവൻസിലൂടെ നമ്മൾ കൺസെൻറ്റ് ഒബ്റ്റെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും എന്ത് തന്നെ ആയിരിക്കും, വോയിഡബിൾ തന്നെ ആയിരിക്കും. മൂന്നാമത്തെ എസെൻഷ്യൽ എലമെൻ്റായിട്ട് വരുന്ന കാര്യമാണ്, എസെൻഷ്യൽ എലമെൻ്റ് അല്ല, മൂന്നാമത്തെ ഫ്രീ കൺസെൻറ്റിൻ്റെ മൂന്നാമത്തെ പോയിൻ്റാണ് ഫ്രോഡ് എന്ന് പറയുന്നത്. ഫ്രോഡ് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയെ കബളിപ്പിക്കുക അല്ലേ. ഒരു വ്യക്തി
രണ്ട് വ്യക്തികളാണല്ലോ എപ്പോഴും കോൺട്രാക്റ്റിൽ. അതിൽ ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ കബളിപ്പിച്ചാണ് സമ്മതം നേടിയെങ്കിൽ നമുക്കതിൻ്റെ ഫ്രോഡ് എന്ന് പറയാം. അതായത് ഫ്രോഡ് ഈസ് ദ വിൽഫുൾ റെപ്രസെൻറ്റേഷൻ മെയ്ഡ് ബൈ എ പാർട്ടി ടു എ കോൺട്രാക്ട് with the intention to deceive the other party or to induce such party to enter into a contract. ഒരു വ്യക്തി നടത്തുന്ന മറ്റൊരു വ്യക്തിയെ കൊണ്ട് ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുത്താൻ വേണ്ടി ഒരു വ്യക്തി മനഃപൂർവ്വം ഒരു റെപ്രസെൻറ്റേഷൻ നടത്തുക, മനഃപൂർവ്വം എന്തെങ്കിലും ഒരു കാര്യം പറയുക. ആ പറയുന്ന കാര്യം എന്താണ്, തെറ്റായ കാര്യമാണ്, അല്ലെങ്കിൽ അയാൾക്കത് ശരിയാണോ തെറ്റാണോ അറിയാത്തൊരിരിക്കുക. Either it may be a false statement which he clearly knows that it is a false, or he is making a particular statement without believing that it is true or false. ശരിയാണോ തെറ്റാണെന്ന് അറിയത്തില്ല, അങ്ങ് പറയുമോ ശരിയാന്ന് പറഞ്ഞ് അങ്ങനെ നടത്തി മറ്റൊരു വ്യക്തിയെ കൊണ്ടൊരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യിപ്പിക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് ഫ്രോഡ്. Whenever a person obtains a material advantage from another person by such a unfair or wrongful means, it is said that he is committing a fraud. That means the fraud is a willful representation made by a party to a contract with the intention to deceive the other party or to induce such party to enter into a contract. ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയോട് എന്തോ ഒരു കാര്യം അറിയിക്കുന്നു. ആ പറയുന്ന കാര്യം മറ്റേ വ്യക്തിയെ മനഃപൂർവ്വം കബളിപ്പിക്കുന്നതിനു വേണ്ടിയാണ്. ആ പറഞ്ഞിരിക്കുന്ന കാര്യം ഇറ്റ് മീൻസ് എ ഫോൾസ് സ്റ്റേറ്റ്മെൻറ്റ് which he clearly it is knowingly believes he believes that is false, or he is making a particular statement without believing it to be true or false. അല്ലെങ്കിൽ ശരിയോ തെറ്റോ അറിയാത്തൊരു കാര്യം പറയുക, അല്ലെങ്കിൽ തെറ്റായിട്ടുള്ളൊരു കാര്യം പറയുക. അങ്ങനെ തെറ്റായ രീതിയിലൂടെയാണ് മറ്റൊരു വ്യക്തിയുടെ സമ്മതം നേടിയെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് ഫ്രോഡ്. സെക്ഷൻ 17 ഓഫ് ദ കോൺട്രാക്ട് ആക്ടിൽ ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. എന്താണ് ഫ്രോഡ് എന്ന് പറയുന്നുണ്ട്. അവിടെ പറയുന്നു, ഫ്രോഡ് എന്ന് പറഞ്ഞാൽ എ ഫോൾസ് സജഷൻ ആസ് ടു എ ഫാക്ട് നോൺ ടു ബി എ ഫോൾസ്. നമുക്കറിയാം തെറ്റായ ഒരു കാര്യത്തെക്കുറിച്ച് നമ്മളൊരു സജഷൻ കൊടുക്കുക, തെറ്റായ ഒരു സജഷൻ കൊടുക്കുകയാണ്. ഓർ ആക്റ്റീവ് കൺസീൽമെൻറ്റ് ഓഫ് ഫാക്ട് വിത്ത് ദി നോളേജ് ഓഫ് ദ ഫാക്ട്. ഒരു കാര്യം നമുക്കറിയാം, പക്ഷേ അറിയാവുന്ന കാര്യം നമ്മൾ മനഃപൂർവ്വം കൺസീൽ ചെയ്യുക, മറച്ചു വയ്ക്കുക. ഒന്ന് ഫോൾസ് സജഷൻ കൊടുക്കുക, രണ്ട് ആക്റ്റീവ് കൺസീൽമെൻറ്റ് ഓഫ് എ പെർട്ടിക്കുലർ ഫാക്ട്. എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ മറച്ചു വയ്ക്കുക, അത് ഡിസ്ക്ലോസ് ചെയ്യാതെ മറച്ചു വയ്ക്കുക. മൂന്ന് പ്രോമിസ് മെയ്ഡ് വിത്തൗട്ട് എനി ഇൻറ്റൻഷൻ ഓഫ് പെർഫോമിങ് ഇറ്റ്. ഏതോ ഒരു കാര്യം ചെയ്യാൻ യാതൊരു ഉദ്ദേശവുമില്ല, പക്ഷേ അത് ചെയ്യാമെന്ന് പറഞ്ഞ് പ്രോമിസ് കൊടുക്കുക. ഡൂയിങ് എനി ആക്ട് ഫിൽഡ് ടു ഡിസീവ്. ഒരു വ്യക്തിയെ കബളിപ്പിക്കുന്നതിന് വേണ്ടി എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യുക. ഓർ ഡൂയിങ് എനി ആക്ട് വിച്ച് ലോ ഡിക്ലെയർസ് ടു ബി ഫ്രോഡിലൻറ്റ്. ഫ്രോഡിലൻ്റ് ആണ് എന്ന് നിയമം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ചെയ്യുക. ഇങ്ങനെ എന്തെങ്കിലും കാര്യം ചെയ്യുകയാണെങ്കിൽ അതെന്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത്, ഫ്രോഡാണ് എന്നാണ് പറയുന്നത്. ഒന്ന് ഒരു ഫോൾസ് സജഷൻ നടത്തുക, രണ്ട് എന്തെങ്കിലും ഒരു കാര്യം മറച്ചു പിടിക്കുക, മൂന്ന് ഒരു കാര്യം ചെയ്യാൻ യാതൊരു ഉദ്ദേശമില്ലാതെ ആ കാര്യം ചെയ്യാമെന്ന് പറഞ്ഞ് പ്രോമിസ് കൊടുക്കുക. പിന്നെന്താ പറഞ്ഞത്, ഏതോ ഒരു മറ്റൊരു വ്യക്തിയെ കബളിപ്പിക്കുക. നാലെന്താ പറഞ്ഞത്, നിയമം ഫ്രോഡിൻ്റെലാണ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ചെയ്യുക. ഇനി ഫ്രോഡിൻ്റെ എസെൻഷ്യൽസ് ആയിട്ട് പറയുന്ന പോയിന്റുകൾ. ദ ഫസ്റ്റ് വൺ, ദി ആക്ട് which is a fraud, or which is constituting a fraud is committed by a party of a contract or with his connivance or by his agent. ഈ ഫ്രോഡ് ചെയ്യുന്ന ഒന്നെങ്കിൽ ആ കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന ഒരു വ്യക്തി ആയിരിക്കണം, അല്ലെങ്കിൽ അയാൾ പറഞ്ഞിട്ടുള്ള മറ്റൊരു വ്യക്തി ആയിരിക്കാം, അയാളുടെ ഏജൻ്റ് ആയിരിക്കാം. രണ്ട്, ദി ആക്ട് കോൺസ്റ്റിറ്റ്യൂട്ടിംഗ് ദ ഫ്രോഡ് മസ്റ്റ് ഹാവ് എയിംഡ് അറ്റ് ദ പാർട്ടി ടു ദി കോൺട്രാക്ട് ഓർ ഹിസ് ഏജന്റ് or to a person which induce him to enter into a contract. നമ്മൾ ഈ ഫ്രോഡിൻ്റെലായിട്ടുള്ള കാര്യം പറയുന്നത് ഒന്നുകിൽ കോൺട്രാക്റ്റിൽ ഏർപ്പെട്ട മറ്റൊരു വ്യക്തിയോടായിരിക്കും, അല്ലെങ്കിൽ അയാളുടെ ഏജൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ മറ്റൊരു വ്യക്തി ആ വ്യക്തി മറ്റേ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യിപ്പിക്കാൻ വേണ്ടി അയാളെ ഇൻഡ്യൂസ് ചെയ്യത്തക്ക രീതിയിലുള്ള മറ്റൊരു വ്യക്തി ആയിരിക്കും. മൂന്ന്, ദി ആക്ട് മസ്റ്റ് ബി കമ്മിറ്റഡ് വിത്ത് ഇൻറ്റൻഷൻ ടു ഡിസീവ് ദി അതർ പാർട്ടി. മറ്റൊരു വ്യക്തിയെ കബളിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനൊരു പ്രവൃത്തി ചെയ്യുന്നത്. നാല്, ദി ആക്ട് മസ്റ്റ് ബി, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ദി ആക്ട് മസ്റ്റ് ബി എ ഫോൾസ് സജഷൻസ് ഓർ ആൻ ആക്റ്റീവ്, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഫോൾസ് സജഷൻ അല്ലെങ്കിൽ ആക്റ്റീവ് കൺസീൽമെൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ചെയ്യാൻ ഉദ്ദേശമില്ലാത്ത എന്തെങ്കിലും ഒരു പ്രോമിസ് ആയിരിക്കും, ഒരു കബളിപ്പിക്കുന്നതിന് വേണ്ടി ചെയ്ത കാര്യമായിരിക്കും, അല്ലെങ്കിൽ നിയമം ചെയ്യരുത് എന്ന് പറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ ഫ്രോഡിലൻ്റ് ആണ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ആയിരിക്കും.
ഇനി ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു കമ്പനി പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്തു. പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യുമ്പോൾ അവരൊരു പർട്ടിക്കുലർ ഡോക്യുമെൻറ്റ് മനഃപൂർവ്വം അതിനകത്ത് പറഞ്ഞില്ല. പക്ഷേ ആ ഡോക്യുമെൻറ്റിനകത്ത് യഥാർത്ഥത്തിൽ ആ ഡോക്യുമെൻറ്റ് കമ്പനിക്ക് കുറച്ച് കടബാധ്യതയുണ്ടായിരുന്നു. ആ കടബാധ്യതയെക്കുറിച്ച് പറയുന്നൊരു ഡോക്യുമെൻറ്റ് അവർ ആ പ്രോസ്പെക്ടസിനകത്ത് വെച്ചില്ല. പക്ഷേ ഇവർക്കറിയാം, പക്ഷേ അവർ മനഃപൂർവ്വം വെക്കാഞ്ഞതാണ്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കമ്പനിയെക്കുറിച്ച് നല്ലൊരു ഇമേജ് പബ്ലിക്കിന് ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് അവർ കടബാധ്യതയുള്ള ആ ഡോക്യുമെൻറ്റ് പ്രോസ്പെക്ടസിൻ്റെ കൂടെ വെക്കാഞ്ഞത്. ഞാൻ പ്രോസ്പെക്ടസിനകത്ത് ഇതിനെക്കുറിച്ച് പരാമർശിക്കപ്പെടാഞ്ഞത്. അങ്ങനെയെങ്കിൽ അതെന്താണെന്ന് അവർ പറയുന്നത് ഫ്രോഡാണ് എന്നാണ് പറയുന്നത്. ഓക്കെ. അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു വ്യക്തി ഒരു വീട് വിൽക്കാൻ വേണ്ടി പോകുന്നു. അപ്പം വീട് വിൽക്കാൻ വേണ്ടി പോകുമ്പോൾ ആളുകളെ കൊണ്ട് ശരിക്കും ആ വീട് ഒരു നല്ല വീടിൻ്റെ ഭിത്തിയും അല്ലെങ്കിൽ റൂഫും ഒക്കെ അത്ര നല്ല രീതിയിലല്ല. അപ്പോൾ പെട്ടെന്ന് ആളുകൾ മേടിക്കാൻ വരുന്ന ആളുകളെ കൊണ്ട് മേടിപ്പിക്കാൻ വേണ്ടി അവർ ആ വീട് എന്ത് ചെയ്തു, പെട്ടെന്ന് അതിൻ്റെ ക്രാക്സൊക്കെ ജസ്റ്റ് ഒന്ന് റിപ്പയർ ചെയ്ത് പെയിൻ്റ് അടിച്ചൊക്കെ വിട്ടു. യഥാർത്ഥത്തിൽ ആ വീട് വളരെ പോർ കണ്ടീഷനിലുള്ള വീടാണ്. പക്ഷേ മേടിപ്പിക്കുന്നതിന് വേണ്ടി കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ കാണിച്ച് മേടിക്കാൻ വന്നവരെ കൊണ്ട് മേടിപ്പിക്കാൻ വേണ്ടി. അതും ഇതാണെന്ന് പറയുന്നത് ഫ്രോഡിൻ്റെ പരിധിയിൽ വരുന്നതാണെന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഫ്രോഡിൻ്റെ എഫക്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ, ഫ്രോഡ് വഴിയാണ് നമ്മളൊരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്തെങ്കിൽ ദാറ്റ് കോൺട്രാക്റ്റ് ഈസ് അവോയ്ഡബിൾ. ആരാണോ ഫ്രോഡ് നടത്തി അവരുടെ സംബന്ധിച്ച് വാലിഡിറ്റി കാണും. പക്ഷേ എന്നെയാണ് ഫ്രോഡ് ചെയ്തത്, ഫ്രോഡിൻ്റെ ആയിട്ട് എന്നെയാണ് അവർ കബളിപ്പിച്ചെങ്കിൽ എൻ്റെ കൺസെൻറ്റ് എന്തല്ല, ഫ്രീ അല്ല, ഇറ്റ് ഈസ് അവോയ്ഡബിൾ എന്നാണ് പറയുന്നത്. പക്ഷേ മറ്റുപോലെയല്ല, നമുക്ക് ഫ്രോഡ് വഴിയാണ് നമ്മളുടെ കൺസെൻറ്റ് ഒബ്റ്റെയിൻ ചെയ്തെങ്കിൽ ആരെയാണോ കബളിപ്പിച്ചത് അവർക്ക് 3 റെമഡികൾ ഉണ്ട് എന്നാണ് പറയുന്നത്. ഒന്നാമത്തെ റെമഡി, അവർക്ക് വേണമെങ്കിൽ ആ കോൺട്രാക്റ്റ് ക്യാൻസൽ ചെയ്യാം. പർട്ടിക്കുലർ സമയത്തിനുള്ളിൽ ആ കോൺട്രാക്റ്റ് അവോയ്ഡ് ചെയ്യാം. രണ്ടാമത്തെ രീതിയിൽ അവർക്ക് വേണമെങ്കിൽ ഇൻസിസ്റ്റ് ചെയ്യാം, എനിക്ക് ഈ പറഞ്ഞിരിക്കുന്നത് പോലെ നിങ്ങൾ എന്നെ ഏതായാലും കബളിപ്പിച്ചല്ലേ ചെയ്തത്, ഓക്കെ എങ്കിൽ പറയും എനിക്ക് ഇന്ന കാര്യം എനിക്ക് എന്തെങ്കിലും പർട്ടിക്കുലർ ആ കോൺട്രാക്റ്റ് പെർഫോം ചെയ്ത് കിട്ടണം, അവർ പറയുന്ന കണ്ടീഷനിൽ എനിക്ക് കോൺട്രാക്റ്റ് പെർഫോം ചെയ്ത് കിട്ടണമെന്ന് ആവശ്യപ്പെടാം. മൂന്നാമത് അവർക്ക് ഡാമേജും ക്ലെയിം ചെയ്യാൻ സാധിക്കും. ഇതാണ് ഫ്രോഡുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തിക്കുണ്ടാകുന്ന റെമഡി എന്ന് പറയുന്നത്. അടുത്ത ഒരു ഫ്രീ കൺസെൻറ്റിൻ്റെ അടുത്ത പോയിൻ്റാണ് മിസ് റെപ്രസെൻറ്റേഷൻ. മിസ് റെപ്രസെൻറ്റേഷനെ കുറിച്ച് പറയുന്നതിന് മുൻപ് ആദ്യം എന്താണ് റെപ്രസെൻറ്റേഷൻ എന്ന് പറയാം. റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ, റെപ്രസെൻറ്റേഷൻ മീൻസ് എ സ്റ്റേറ്റ്മെൻറ്റ് or assertion made by one party to the other either before or at the time of contract regarding the matters relating to the contract. കോൺട്രാക്റ്റിൽ ഉള്ള ആ സബ്ജക്റ്റ് മാറ്ററിനെ കുറിച്ച് കോൺട്രാക്റ്റ് ഉണ്ടാകുന്നതിന് മുൻപോ അല്ലെങ്കിൽ കോൺട്രാക്റ്റിൻ്റെ സമയത്തോ ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയോട് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റാണ്, മറ്റൊരു വ്യക്തി അറിയിക്കുന്ന കാര്യമാണ് റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. ഇനിയും ഈ റെപ്രസെൻറ്റേഷൻ തെറ്റാണെങ്കിൽ നമ്മൾക്കതിനെ മിസ് റെപ്രസെൻറ്റേഷൻ എന്ന് പറയാം. കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടി കോൺട്രാക്റ്റ് ഉണ്ടാക്കുന്നതിന് മുൻപോ അല്ലെങ്കിൽ കോൺട്രാക്റ്റിൻ്റെ സമയത്ത് ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയോട് തെറ്റായ രീതികളിലാണ് കാര്യം ധരിപ്പിച്ചിരിക്കുന്നതെങ്കിൽ വി ക്യാൻ കോൾ ഇറ്റ് ആസ് മിസ് റെപ്രസെൻറ്റേഷൻ. Misrepresentation means the representation which is wrongly made. That means it is an untrue statement made by one party to the other party for the purpose of entering into a contract. Okay. അടുത്തത് മിസ്റെപ്രസെൻറ്റേഷൻ രണ്ടെണ്ണമുണ്ട്. ഒന്നിനെ നമുക്ക് ഇന്നസെൻറ്റ് മിസ്റെപ്രസെൻറ്റേഷൻ എന്നും രണ്ടാമത്തതിനെ നമുക്ക് ഫ്രോഡിലൻറ്റ് മിസ്റെപ്രസെൻറ്റേഷൻ എന്നും പറയാം. ഫ്രോഡിലൻറ്റ് മിസ്റെപ്രസെൻറ്റേഷൻ എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ തൊട്ടു മുൻപ് പറഞ്ഞ ഫ്രോഡ് തന്നെയാണ്. So misrepresentation may be either innocent misrepresentation or fraudulent misrepresentation, and fraudulent misrepresentation is known as fraud. Okay, then we will discuss about what is innocent misrepresentation. Innocent misrepresentation എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഒരു കാര്യം മറ്റൊരു വ്യക്തി അത് പറയുന്നു, യഥാർത്ഥത്തിൽ അത് തെറ്റായ കാര്യമാണ്, പക്ഷേ ഈ പറയുന്ന ആൾക്ക് അറിയത്തില്ല അത് തെറ്റാണെന്ന്. അയാൾ ഉറച്ചു വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ ഇത് ശരിയാണെന്ന്. അയാൾ ശരിയാണെന്ന് വിചാരിച്ചു, യഥാർത്ഥത്തിൽ തെറ്റാണ്, പക്ഷേ അയാൾ മറ്റേ കബളിപ്പിക്കുന്നതിന് വേണ്ടിയൊന്നുമല്ല, പക്ഷേ അയാൾ ശരിയാണെന്ന് ചിന്തിച്ചതുകൊണ്ടാണ് അങ്ങനെ ഒരു കാര്യം. ബിക്കോസ് ദാറ്റ് പർട്ടിക്കുലർ പേഴ്സൺ ഹോണസ്റ്റ്ലി ബിലീവ്സ് ദാറ്റ് ഇറ്റ് ഈസ് ട്രൂ. അയാൾ വളരെ ആത്മാർത്ഥമായിട്ട് വളരെ ഹോണസ്റ്റ് ആയിട്ട് അയാൾ വിശ്വസിക്കുന്നത് ശരിയാണെന്ന്, പക്ഷേ യഥാർത്ഥത്തിൽ അത് തെറ്റാണ്. അപ്പോൾ അങ്ങനെ നടത്തുന്ന മിസ്റെപ്രസെൻറ്റേഷനാണ് ഇന്നസെൻറ്റ് മിസ്റെപ്രസെൻറ്റേഷൻ.
Innocent misrepresentation is a false statement which a person who makes it honestly believes that it is true or he does not know that it is false. ഒരു വ്യക്തി മറ്റൊരു വ്യക്തി ഒരു കാര്യം പറയുമ്പോൾ ആ വ്യക്തിക്ക് ഉറച്ച് വിശ്വസിക്കുന്നത് ശരിയാണ്, അല്ലെങ്കിൽ അയാൾ തെറ്റാണ് എന്ന് അയാൾ വിശ്വസിക്കുന്നില്ല, അത് ശരിയാണെന്നാണ് അയാൾ ചിന്തിക്കുന്നത്. അങ്ങനെയെങ്കിൽ അതിന് ഇന്നസെൻറ്റ് മിസ്റിപ്രസൻറ്റേഷൻ എന്ന് പറയാം. ഇറ്റ് ഇൻക്ലൂഡ്സ് നോൺ ഡിസ്ക്ലോഷർ ഓഫ് മെറ്റീരിയൽ ഫാക്ട് വിത്തൗട്ട് എനി ഡിസയർ ഓർ ടു ഡിസീവ് ദി അതർ പാർട്ടി. അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം മറ്റൊരു വ്യക്തിയെ കബളിപ്പിക്കാനൊന്നുമല്ല, അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയെ കബളിപ്പിക്കാതിരിക്കുകയോ അല്ലെങ്കിൽ ഒരു കാര്യം അവതരിപ്പിക്കാതിരിക്കുകയോ ഒന്നും ചെയ്യാൻ അയാൾ വളരെ ഇന്നസെൻ്റായ വ്യക്തിയാണ്. അതിന് നമുക്ക് എന്തെന്ന് വിളിക്കാം? ഇന്നസെൻറ്റ് മിസ്റെപ്രസെൻറ്റേഷൻ എന്ന് പറയാം. ഓക്കെ, സപ്പോസ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എക്കൊരു ഹോഴ്സ് ഉണ്ട്, എക്ക് അത് ബിക്ക് വിൽക്കാൻ വേണ്ടി പോവുകയാണ്. പക്ഷേ വിചാരിക്കുന്നു എന്താണ്, ഹി ഹോണസ്റ്റ്ലി ബിലീവ്സ് ദാറ്റ് പെർട്ടിക്കുലർ ഹോഴ്സ് ഈസ് എ സൗണ്ട് ഹോഴ്സ്, സൗണ്ടായിട്ടുള്ളൊരു ഹോഴ്സാണ്. പക്ഷേ യഥാർത്ഥത്തിൽ മെൻ്റൽ ഡിസബിലിറ്റി ഉള്ള ഒരു ഹോഴ്സായിരുന്നു. എക്ക് അത് അറിയത്തുമില്ല, അത് ബിക്ക് വിൽക്കുന്നു. ആ സമയത്ത് അയാൾ നൽകിയിരിക്കുന്ന റെപ്രസെൻറ്റേഷൻ എന്താണ്? ഇന്നസെൻറ്റ് മിസ്റെപ്രസെൻറ്റേഷൻ ആണ്. അപ്പം മിസ്റെപ്രസെൻറ്റേഷൻ എന്ന് പറയുമ്പോൾ രണ്ടെണ്ണമുണ്ട്. ഇന്നസെൻറ്റ് മിസ്റെപ്രസെൻറ്റേഷൻ, രണ്ട് ഫ്രോഡിലൻറ്റ് മിസ്റെപ്രസെൻറ്റേഷൻ. ഫ്രോഡിലൻറ്റ് മിസ്റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് തന്നെയാണ് എന്തെന്ന് പറയുന്നത്? ഫ്രോഡ് എന്ന് പറയുന്നത്. ഇനി മിസ്റെപ്രസെൻറ്റേഷൻസിൻ്റെ റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണ്? ഒന്നാമത്തെ റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത് റെപ്രസെൻറ്റേഷൻ നടത്തുന്നത് എപ്പോഴും ഒരു മെറ്റീരിയൽ ഫാക്റ്റുമായി ബന്ധപ്പെട്ട് വേണം റെപ്രസെൻറ്റേഷൻ നടത്താൻ. രണ്ട്, ഇറ്റ് ഷുഡ് ബി മെയ്ഡ് ബിഫോർ ദി കൺക്ലൂഷൻ ഓഫ് എ കോൺട്രാക്റ്റ് കൺക്ലൂഡ് ചെയ്യുന്നതിന് മുൻപ് വേണം. മൂന്ന്, ഇറ്റ് മസ്റ്റ് ബി മെയ്ഡ് വിത്ത് ദ ഇൻറ്റൻഷൻ ദാറ്റ് ദി അതർ പാർട്ടീസ് ഷുഡ് ആക്ട് അപ്പോൺ. ഈ കാര്യം കേട്ട് മറ്റൊരു വ്യക്തിയെ കൊണ്ട് ഇത് കാര്യം ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടി വേണം ഇത്തരമൊരു റെപ്രസെൻറ്റേഷൻ നടത്താൻ. നാല്, ഇറ്റ് മസ്റ്റ് ഹാവ് ആക്റ്റഡ് അപ്പോൺ ആൻഡ് ഇൻഡ്യൂസ് ദ കോൺട്രാക്ട്. മറ്റൊരു വ്യക്തി ഈ കാര്യം കേട്ട് വിശ്വസിച്ച് ആ കാര്യം അയാൾ ചെയ്തിരിക്കണം. ആൻഡ് നമ്മൾ ഇന്നസെൻറ്റ് മിസ്റെപ്രസെൻറ്റേഷൻ നമുക്കറിയാമല്ലോ അല്ലേ? ഇറ്റ് ഈസ് ബൈ ദ പർട്ടിക്കുലർ പേഴ്സൺ ഹോണസ്റ്റ്ലി ബിലീവ് ദാറ്റ് ഇറ്റ് ഈസ് ട്രൂ ബട്ട് ഇറ്റ് ഈസ് നോട്ട് അറ്റ് ഓൾ ട്രൂ. സോ ദീസ് ആർ ദി റിക്വയർമെൻറ്റ്സ് ഓഫ് എ മിസ്റെപ്രസെൻറ്റേഷൻ. അപ്പം നമ്മൾ നേരത്തെയും പറഞ്ഞതുപോലെ തന്നെ എന്താണ് പറഞ്ഞത്? മിസ്റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്ന ആ ഒരു കേസിൽ നമ്മൾ കോൺട്രാക്റ്റ് എൻ്റർ ചെയ്യിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആർക്കാണോ മിസ്റെപ്രസെൻറ്റേഷൻ നടന്നത് ആ വ്യക്തിക്ക് വേണമെങ്കിൽ ആ കോൺട്രാക്റ്റ് ക്യാൻസൽ ചെയ്യുക, അല്ലെങ്കിൽ ആ കോൺട്രാക്റ്റിന് അല്ലെങ്കിൽ അതുപോലെ തന്നെ ഹി ക്യാൻ ഇൻസിസ്റ്റ് ദാറ്റ് മിസ്റെപ്രസെൻറ്റേഷൻ കോൺട്രാക്റ്റ് നമുക്ക് വേണമെങ്കിൽ ക്യാൻസൽ ചെയ്യിപ്പിക്കാം. അതുപോലെ തന്നെ ആ കോൺട്രാക്റ്റിൽ പറഞ്ഞിരിക്കുന്ന ആക്ഷൻ വേണമെങ്കിൽ ആ വ്യക്തിയെ കൊണ്ട് ചെയ്യിപ്പിക്കും. ഫ്രോഡുലൻ്റ് ആണ് എന്നെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം അത് ചെയ്യിപ്പിച്ചെടുപ്പിക്കാനുള്ള അവകാശവും ഉണ്ട്. ഫ്രീ കൺസെൻറ്റിൻ്റെ ലാസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് പറയുന്നത് മിസ്റ്റേക്കാണ്. Mistake means, in general terms, what is mistake is, it's a wrong belief about the existence of a particular fact or a good or subject matter of an agreement. It means the parties of a contract have different things in mind as a subject matter of the contract, or they attach a different meaning for the subject matter of a particular contract. ഒരു കോൺട്രാക്റ്റിൻ്റെ സബ്ജക്റ്റ് മാറ്ററിനെ കുറിച്ച് തെറ്റായ ഒരു രീതിയിൽ ചിന്തിക്കുക, അല്ലെങ്കിൽ രണ്ട് വ്യക്തികളും ഒരേ രീതിയിലല്ല ആ കാര്യത്തെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരേ അർത്ഥത്തിലല്ല, അല്ലെങ്കിൽ ഒരേ രീതികളിലല്ല അത് മനസ്സിലാക്കിയിരിക്കുന്നെങ്കിൽ അത് നമുക്ക് അവിടെ എന്തുണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കും, മിസ്റ്റേക്കായി എന്ന് പറയാൻ സാധിക്കും. മിസ്റ്റേക്കിനെ കുറിച്ച് പറയുമ്പോൾ ദർ ആർ ടു ടൈപ്സ് ഓഫ് മിസ്റ്റേക്ക് ഓഫ് ഫാക്ട് ആൻഡ് മിസ്റ്റേക്ക് ഓഫ് ലോ. മിസ്റ്റേക്ക് ഓഫ് ഫാക്റ്റും മിസ്റ്റേക്ക് ഓഫ് ലോയും. മിസ്റ്റേക്ക് ഓഫ് ഫാക്ട് രണ്ടെണ്ണമാണ്. ഒന്ന് ബൈലാറ്ററൽ മിസ്റ്റേക്ക്, രണ്ട് യൂണിലാറ്ററൽ മിസ്റ്റേക്ക്. ബൈലാറ്ററൽ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ഒരു കോൺട്രാക്റ്റിലെ രണ്ട് വ്യക്തികളിലും മിസ്റ്റേക്ക് ആണെങ്കിൽ അത് ബൈലാറ്ററൽ മിസ്റ്റേക്ക് എന്ന് പറയാം. That means when both the parties of a contract are under a mistake of fact, that means under a mistake of a particular thing which is essential to an agreement, such as existence of an identity or identity of a particular thing, or they give us different meaning to the subject matter, then it is called as bilateral mistake.
ഒരു കോൺട്രാക്റ്റിലുള്ള 2 വ്യക്തികളും മിസ്റ്റേക്കിലുണ്ടായിരുന്നു, അല്ലെങ്കിൽ 2 വ്യക്തികളും 2 രീതിയിലാണ് കോൺട്രാക്റ്റിനെ കുറിച്ച് മനസ്സിലാക്കിയിരിക്കുന്നത്, അല്ലെങ്കിൽ ആ കോൺട്രാക്റ്റിൻ്റെ എക്സിസ്റ്റൻസിനെ കുറിച്ച് രണ്ട് പേരും 2 രീതികളിലാണ് മനസ്സിലാക്കിയിരുന്നെങ്കിൽ അത് നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും? ബൈലാറ്ററൽ മിസ്റ്റേക്ക് എന്ന് പറയാൻ സാധിക്കും. ബൈലാറ്ററൽ മിസ്റ്റേക്ക് ആണെങ്കിൽ അങ്ങനെ ഒബ്റ്റെയിൻ ചെയ്യുന്ന കോൺട്രാക്റ്റ് 2 പേർക്കും മിസ്റ്റേക്ക് ഉണ്ടല്ലോ, അതുകൊണ്ട് അത്തരം കോൺട്രാക്റ്റ് ഒരിക്കലും വോയിഡബിൾ അല്ല. അത് 2 പേരിലും മിസ്റ്റേക്ക് ആയതുകൊണ്ട് തന്നെ അത് വോയിഡ് ആയിരിക്കും. ബൈലാറ്ററൽ മിസ്റ്റേക്ക് ആകണമെങ്കിൽ മിസ്റ്റേക്ക് മസ്റ്റ് ബി കമ്മിറ്റഡ് ബൈ ബോത്ത് പാർട്ടീസ്. മിസ്റ്റേക്ക് ഉണ്ടായത് ആ കോൺട്രാക്റ്റിൻ്റെ ഏറ്റവും എസെൻഷ്യൽ എലമെൻറ്റുമായി ബന്ധപ്പെട്ട് വേണം ആ മിസ്റ്റേക്ക് ഉണ്ടാക്കാൻ. ദാറ്റ് മീൻസ് both the parties have understood the subject matter in a different thing. That means 2 പേരും മിസ്റ്റേക്ക് ഉണ്ട്, 2 പേരും 2 രീതികളിലാണ് അതിനെ മനസ്സിലാക്കിയിരുന്നെങ്കിൽ the mistake must be committed by both parties. 2, the mistake is relating to some essential fact. ഒന്നെങ്കിൽ മിസ്റ്റേക്കിൻ്റെ നമ്മുടെ കോൺട്രാക്റ്റിൻ്റെ സബ്ജക്റ്റ് മാറ്ററിനെ കുറിച്ചോ അല്ലെങ്കിൽ കോൺട്രാക്റ്റിൻ്റെ സബ്ജക്റ്റ് മാറ്ററിൻ്റെ എക്സിസ്റ്റൻസിനെ കുറിച്ചോ ഐഡൻറ്റിറ്റിയെക്കുറിച്ചോ അതിൻ്റെ ടൈറ്റിലിനെ കുറിച്ചോ വ്യത്യസ്തമായ 2 പേരും മനസ്സിലാക്കിയിരുന്നെങ്കിൽ അതിന് നമുക്ക് ബൈലാറ്ററൽ മിസ്റ്റേക്ക് എന്ന് പറയാം. ഇനിയും യൂണിലാറ്ററൽ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ഇഫ് ദർ ഇസ് എ മിസ്റ്റേക്ക് ഓൺലി ഓൺ ദ പാർട്ട് ഓഫ് വൺ പാർട്ടി. പക്ഷേ ഒരു വ്യക്തി മാത്രമേ മിസ്റ്റേക്കിലുള്ളൂ, മറ്റേ വ്യക്തിക്ക് മിസ്റ്റേക്ക് ഇല്ല. അത്തരം കോൺട്രാക്റ്റുകളാണ് ഏതെന്ന് പറയുന്നത് യൂണിലാറ്ററൽ മിസ്റ്റേക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ അയാളുടെ വീട് വിൽക്കാൻ വേണ്ടി പോകുന്നു. വെൻ ബി അക്സെപ്റ്റ് ദി ഓഫർ, ആക്ച്വലി ഇത്രേ ഉള്ളൂ, ഇഫ് എ പ്രപ്പോസസ് ടു സെൽ ഹിസ് ഹൗസ് ടു ബി, the B intending to offer ₹2 lakh, by mistake of offer ₹3 lakh was accepted by A. 2 ലക്ഷം പറഞ്ഞു, പക്ഷേ മറ്റേ ആൾക്ക് കേട്ടത് 3 ലക്ഷമായിരുന്നു. അപ്പോൾ അവിടെ ഒരാളുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഇല്ല, മറ്റേ ആളുടെ ഭാഗത്ത് മാത്രമേ മിസ്റ്റേക്ക് ഉള്ളൂ. അപ്പോൾ ഇതാണ് മിസ്റ്റേക്ക് ഓഫ് ഫാക്റ്റ്. സബ്ജക്റ്റ് മാറ്ററിനെ കുറിച്ചാണ് അവിടെ മിസ്റ്റേക്ക് സംഭവിച്ചിരിക്കുന്നത്. ബൈലാറ്ററൽ മിസ്റ്റേക്ക് ആണെങ്കിൽ 2 വ്യക്തികൾ മിസ്റ്റേക്കിൽപ്പെട്ടു. യൂണിലാറ്ററൽ മിസ്റ്റേക്ക് ആണെങ്കിൽ ഒരാൾക്ക് മാത്രം മിസ്റ്റേക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് യൂണിലാറ്ററൽ മിസ്റ്റേക്ക്. അടുത്തത് രണ്ടാമത്തെ തരത്തിലുള്ള മിസ്റ്റേക്ക് ഓഫ് ലോ. അത് 2 രീതിയിൽ നമുക്ക് പറയാം. മിസ്റ്റേക്ക് ഓഫ് ഇന്ത്യൻ ലോയും മിസ്റ്റേക്ക് ഓഫ് ഫോറിൻ ലോയും. നോർമലി നമുക്കൊരു വലിയൊരു ഇതുണ്ട്, ഇഗ്നറൻസ് ഓഫ് ലോ ഈസ് നോട്ട് ആൻ എക്സ്ക്യൂസ് എന്ന് പറയും. കാരണം ഇന്ത്യയിലുള്ള എല്ലാ ഇന്ത്യൻ സിറ്റിസൺസ് ഇന്ത്യയിലുള്ള നിയമങ്ങൾ അറിയണമെന്ന് പറയുന്നത് അവിടുത്തെ നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ് എല്ലാ നിയമങ്ങളും അറിഞ്ഞിരിക്കുക എന്നുള്ളത്. നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു, യഥാർത്ഥത്തിൽ അത് ചെയ്യാൻ പാടില്ല, നിയമം ചെയ്യരുത് എന്ന് പറഞ്ഞൊരു കാര്യമാണ്. ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പറയുക എനിക്കത് അങ്ങനെ അറിയത്തില്ലായിരുന്നു, അല്ലെങ്കിൽ ഞാൻ അറിയാത്തത് കൊണ്ടാണ് ചെയ്തത് എന്ന് നമുക്കൊരിക്കലും പറയാൻ പറ്റത്തില്ല. കാരണം ഇന്ത്യയിൽ ഇഗ്നോറൻസ് ഓഫ് ലോ ഈസ് നോട്ട് ആൻ എക്സ്ക്യൂസ്. ഒരു നിയമം അറിയത്തില്ല എന്ന് പറയുന്നത് ഇതൊരിക്കലും ഒരു എക്സ്ക്യൂസ് അല്ല. ഇന്ത്യൻ സിറ്റിസണായ നമ്മുടെ ഉത്തരവാദിത്തമാണ് ഇന്ത്യൻ നിയമങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കുക എന്നുള്ളത്. മിസ്റ്റേക്ക് ഓഫ് ലോ എന്ന് പറയുന്നത് ഇന്ത്യൻ ലോയാണ് നമ്മൾ മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇന്ത്യയിൽ ഏതെങ്കിലും നിയമങ്ങളെയാണ് നമ്മൾ മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇറ്റ് ഈസ് നോട്ട് അറ്റ് ഓൾ ആൻ എക്സ്ക്യൂസ് ആൻഡ് ദാറ്റ് കോൺട്രാക്ട് കനോട്ട് ബി അവോയ്ഡഡ്. ദാറ്റ് മീൻസ് മിസ്റ്റേക്ക് ഓഫ് ഇന്ത്യൻ ലോ ഈസ് നോട്ട് ആൻ എക്സ്ക്യൂസ്. അതേസമയം ഫോറിൻ ലോയെക്കുറിച്ചാണ് നമ്മൾ പറയുന്നതെങ്കിൽ, ഇപ്പോൾ ഇന്ത്യൻ ലോ, ഒരു ഇന്ത്യൻ സിറ്റിസൺ എന്നുള്ള രീതിയിൽ നമ്മൾ ഇന്ത്യൻ ലോ മാത്രം പഠിച്ചാൽ മതി. പക്ഷേ ഒരു ഫോറിൻ ലോയെ സംബന്ധിച്ചിടത്തോളം ഫോറിൻ ലോയുമായി മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അതൊരു എക്സ്ക്യൂസായിട്ട് കണക്കാക്കും. ഇന്ത്യക്ക് ഇപ്പോൾ എല്ലാ ഫോറിൻ രാജ്യങ്ങളുടെ നിയമങ്ങളും നമ്മൾ പഠിച്ചു വയ്ക്കണമെന്ന് നിർബന്ധമില്ല. ഫോറിൻ ലോ ആണെങ്കിൽ അത് എക്സ്ക്യൂസാണ്. അപ്പോൾ നമുക്കൊരു ഫോറിൻ ലോയുമായി ബന്ധപ്പെട്ട മിസ്റ്റേക്ക് ആണെങ്കിൽ ഇഫ് ഇറ്റ് ഈസ് ഇഗ്നോർഡ്, ignorance of a foreign law is an excuse, whereas the ignorance of an Indian law is not at all an excuse. സോ ഇതാണ് കൺസെൻറ്റുമായി ബന്ധപ്പെട്ട 5 ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റുകൾ. ഈ പോയിൻറ്റുകൾ അല്ലെങ്കിൽ കൺസെൻറ്റ് ഇങ്ങനെയാണ് ഒബ്റ്റെയിൻ ചെയ്തിരിക്കുന്നതെങ്കിൽ ആ കൺസെൻറ്റ് എന്തല്ല? ഫ്രീ അല്ല. സോ ദിസ് ഈസ് അബൌട്ട് ഫ്രീ കൺസെൻറ്റ്.